ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. അതിപരിശുദ്ധമായൊരു നോമ്പിന്റെ നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നോമ്പെന്നാൽ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും കഴിയണം. അല്പനേരത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 62:1. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ഇത് ദാവീദിന്റെ ജീവിതത്തിലുള്ള വിശ്വാസമാണ്. ദാവീദ് ഭയാനകം ഒരു പ്രതിസന്ധിയിൽ ചെന്നെത്തി. അവിടെ ഇരുന്നു കൊണ്ട് പാടുകയാണ്, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഒരു കൊച്ചുകുട്ടിക്ക് തന്റെ മാതാപിതാക്കളിലുള്ള വിശ്വാസം പോലെയാണ് ഈ സങ്കീർത്തനത്തിൽ ദൈവവുമായുള്ള വിശ്വാസം വെളിപ്പെടുത്തത്. ജനം എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കണം. കാരണം ശരണമായതും സങ്കേതമായതും ഉറപ്പുള്ള ആശ്രയം ദൈവത്തിൽ നിന്നുള്ളതാണ്. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദാവീദ് ദൈവത്തെ നോക്കിയിരുന്നപ്പോൾ ദാവീദ് പറയുകയാണ്, എനിക്ക് രക്ഷ കിട്ടിയെന്ന്. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നാം ദൈവത്തെ നോക്കി മൗനമായി ഇരുന്നാൽ നമുക്ക് ഒരാക്രമണവും ബാധിക്കുകയില്ല. നമ്മൾ പരാജയപ്പെട്ടു പോകുകയില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവവുമായൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകണം. ദൈവം നമുക്ക് വേണ്ടി വഴികാട്ടി തരും. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കാം. മനസ്സ് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറയാം, ദൈവമേ, നീയാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ പാറയും. അതിനായി നമ്മെ ഓരോരുത്തരെയും ദൈവം ശക്തീകരിക്കട്ടെ. ആമീൻ.